ശബരിമല സ്വർണ്ണക്കൊള്ള ഇനി എല്ലാവരും മാന്യന്മാർ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് വെറും പുകയാകുകയാണോ? കോടികളുടെ അഴിമതി നടന്നു എന്ന് ആരോപിക്കപ്പെട്ട കേസിൽ പ്രതികൾ ഓരോരുത്തരായി പുറത്തിറങ്ങുന്നു. പോലീസ് കുറ്റപത്രം വൈകിപ്പിക്കുന്നത് ആർക്കുവേണ്ടി? കൃത്യമായ പ്ലാനിങ്ങോടെ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ഉറപ്പാക്കുകയാണോ അന്വേഷണ സംഘം? പരിശോധിക്കാം. അസുഖത്തിന്റെ പേരിൽ ഇത്രനാൾ മാറി നിന്ന KP ശങ്കരദാസിനെ ഒടുവിൽ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. മെഡിക്കൽ കോളേജിൽ നിന്നാണ് അദ്ദേഹത്തെ ജയിൽ ആശുപത്രിയിലെ സെല്ലിലേക്ക് മാറ്റിയത്. ശബരിമലയിൽ എന്തു വന്നാലും യുവതികളെ കയറ്റുമെന്ന് വാദിച്ച ശങ്കരദാസ് സ്വർണ്ണക്കൊള്ള കേസിലെ 11ാം പ്രതിയാണ്. ഹൈക്കോടതിയുടെ ശക്തമായ വിമർശനം വന്നതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം ശങ്കരദാസിനെ ആശുപത്രിയിലെത്തി അറസ്റ്റ് ചെയ്തത്. പക്ഷേ ഈ അറസ്റ്റുകൾ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കേസിലെ പ്രതിയായ മുരാരി ബാബുവിന് കഴിഞ്ഞ ദിവസം കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും പോലീസ് കുറ്റപത്രം സമർപ്പിച്ചില്ല. നിയമത്തിലെ ഈ പഴുതുപയോഗിച്ച് പ്രതികൾ ഓരോരുത്തരായി പുറത്തിറങ്ങാൻ പോവുകയാണ്. പത്മകുമാറിനും വൈകാതെ ഇതേ രീതിയിൽ ജാമ്യം കിട്ടും. 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കേസിൽ ജാമ്യം കിട്ടിക്കഴിഞ്ഞു. തന്ത്രി കണ്ഠര രാജീവരുടെ റിമാൻഡ് കാലാവധി നീട്ടിയെങ്കിലും ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയും കോടതിയിലെത്തും. എന്നാൽ പോലീസിന്റെ ഈ മെല്ലെപ്പോക്കിനിടയിൽ പ്രതികൾക്ക് പേടി സ്വപ്നമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുന്നുണ്ട്. സ്വർണ്ണക്കടത്തിലെ കള്ളപ്പണ ഇടപാടുകൾ ED അന്വേഷിച്ചാൽ ഇപ്പോൾ കിട്ടുന്ന ഈ ജാമ്യം വെറും വെള്ളത്തിൽ വരച്ച വരയാകും. അല്ലാത്തപക്ഷം പുറത്തിറങ്ങുന്നവർ ന്യായങ്ങളുമായി എത്തും. അങ്ങനെ അവർ മാന്യന്മാരാകും. ശബരിമലയുടെ സ്വത്തു കവർന്നവർ ശിക്ഷിക്കപ്പെടുമോ, അതോ പോലീസിന്റെ ഒത്താശയോടെ എല്ലാവരും ഊരിപ്പോകുമോ? സുപ്രീം കോടതി പോലും കടുത്ത ഭാഷയിൽ വിമർശിച്ച ഈ കേസിൽ നീതി നടപ്പിലാകുമോ എന്ന് സംശയം സജീവമാണ്. The Hourly News, truth every hour.